വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ മിസ്സിംഗ് കാണിക്കുന്നു. എഞ്ചിൻ കംപ്ലൈൻ്റായി സർവീസ് സെന്ററിൽ കൊണ്ടുപോയപ്പോൾ ലക്ഷങ്ങളുടെ പണി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സോഷ്യൽ മീഡിയയിലും മെക്കാനിക് ഗ്രൂപ്പുകളിലും നിറയുന്ന വണ്ടിയുടമകളുടെ രോഷമാണിത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് പമ്പിൽ നിന്നടിക്കുന്ന പെട്രോൾ നമ്മുടെ വണ്ടികളെ പതുക്കെ കൊല്ലുകയാണ്. നമ്മൾ പമ്പുകൾ ചെല്ലുമ്പോൾ മെഷീനുകളിൽ വലിയ അക്ഷരത്തിൽ E20 എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇത് സാധാരണ പെട്രോൾ അല്ല. 80% പെട്രോളും 20% എഥനോളും ചേർത്ത ഒരു കെമിക്കൽ മിശ്രിതമാണ്. നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന E5, E10 ഇന്ധനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് E20 പെട്രോളിനെ രാജ്യവ്യാപകമായി പമ്പുകളിൽ എത്തിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ പരീക്ഷണമല്ല. 2023 ഏപ്രിലിൽ ചില നഗരങ്ങളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ പദ്ധതി 2026 ഏപ്രിൽ ആയപ്പോഴേക്കും രാജ്യം മുഴുവൻ നിർബന്ധിതമാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഇന്ന് നിങ്ങൾക്ക് പമ്പുകളിൽ ചെന്നാൽ ഇതല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല. ഗവൺമെന്റ് ഇത്രയും അഗ്രസീവായി ഈ ഇന്ധനം പുഷ് ചെയ്യാൻ പ്രധാന കാരണം ഇന്ത്യയുടെ വമ്പിച്ച അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെലവ് ചുരുക്കുക എന്നതാണ്. ഒപ്പം ആഭ്യന്തര കർഷകർക്ക് കരിമ്പിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും എഥനോൾ ഉണ്ടാക്കി കൂടുതൽ വരുമാനം നൽകാനും കാർബൺ പുറന്തള്ളൽ കുറച്ച് ഊർജ്ജ സ്വയം പര്യാപ്തത നേടാനും ഇതിലൂടെ സാധിക്കും. എന്നാൽ ഈ മാക്രോ ഇക്കണോമിക്സ് വണ്ടിയുടമകളുടെ പോക്കറ്റിലേക്ക് വരുമ്പോൾ വലിയൊരു തലവേദനയായി മാറുകയാണ്. വണ്ടിയുടമകളുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ പരാതി മൈലേജ് കുറയുന്നു എന്നതാണ്. ജനപ്രിയ സർവേകളിൽ 66%-ലധികം ആളുകളും മൈലേജിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഔദ്യോഗിക ലാബ് റിപ്പോർട്ടുകൾ പറയുന്നത് 3 മുതൽ 5% വരെ മാത്രമേ വ്യത്യാസമുണ്ടാകൂ എന്നാണ്. എഥനോളിന്റെ ഊർജ്ജസാന്ദ്രത കുറവായതുകൊണ്ട് എഞ്ചിന് ഒരേ പവർ തരാൻ കൂടുതൽ ഇന്ധനം കത്തേണ്ടി വരുന്നു എന്നതാണ് ഇതിന് പിന്നിലെ ശാസ്ത്രം. രണ്ടാമത്തെ വലിയ പ്രതിസന്ധി 2023 മുൻപ് നിർമ്മിച്ച പഴയ വാഹനങ്ങളുടെ കോമ്പാറ്റിബിലിറ്റിയാണ്. എഥനോളിന് അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാനുള്ള വലിയൊരു കഴിവുണ്ട്. കേരളം പോലെ ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലങ്ങളിൽ വണ്ടി കുറച്ചു ദിവസം അനക്കാതിട്ടാൽ പെട്രോളും വെള്ളവും വേർതിരിഞ്ഞ് ടാങ്കിന്റെ അടിയിൽ തുരുമ്പെടുക്കാനും പഴയ കാർബറേറ്റർ വണ്ടികളിലെയും ഇരുചക്ര വാഹനങ്ങളിലെയും റബ്ബർ പാർട്സുകൾ അലിഞ്ഞു പോകാനും ഇത് കാരണമാകും. ഇതിനെല്ലാം പുറമെയാണ് മൂന്നാമത്തെ പ്രശ്നം, വാറന്റിയും ഇൻഷുറൻസും നഷ്ടപ്പെടുമോ എന്ന ഭയം. പല പഴയ വണ്ടികളുടെ മാനുവലിലും E10 കൂടുതൽ അടിച്ചാൽ വാറന്റി കിട്ടില്ല എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് SIAM വ്യക്തമാക്കുന്നത് ഇത് പെട്ടെന്ന് എഞ്ചിൻ തകരാറിലാക്കില്ല എന്നാണ്. പക്ഷേ ഉപഭോക്താക്കളുടെ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കും. നാലാമത്തെ വലിയ ചോദ്യം, ഇത്രയും കോടികൾ ഇറക്കുമതി ഇനത്തിൽ രാജ്യം ലാഭിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിന്റെ വിലക്കുറവ് സാധാരണക്കാരന് കിട്ടുന്നില്ല എന്നതാണ്. എഥനോൾ മിശ്രിതം വന്നിട്ടും പമ്പുകളിൽ പെട്രോൾ വിലയിൽ 1 രൂപയുടെ പോലും കുറവ് വന്നിട്ടില്ല. എന്നാൽ ഈ കടുത്ത ആക്ഷേപങ്ങൾക്കെല്ലാം അധികൃതർക്കും വിദഗ്ധർക്കും കൃത്യമായ മറുപടിയുണ്ട്. E20 കാരണം ഇന്ത്യയിൽ ഒരിടത്തും വണ്ടികൾക്ക് വൻതോതിൽ തകരാർ സംഭവിച്ചതായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് അവരുടെ വാദം. പട്നയിൽ ഇത്തരമൊരു കേസ് ഉയർന്നു വന്നപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയത് വണ്ടിയുടെ തകരാറിന് കാരണം E20 പെട്രോൾ അല്ല, മറിച്ച് പമ്പിലെ ടാങ്കിൽ വെള്ളം കലർന്നതായിരുന്നു എന്നാണ്. സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഭാഗം പ്രചാരണങ്ങളും വെറും അനാവശ്യമായ കൺഫ്യൂഷനാണെന്നാണ് വിദഗ്ധർ ആരോപിക്കുന്നത്. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, നിങ്ങളുടെ വണ്ടിയുടെ ഫ്യൂവൽ ക്യാപ്പിലോ മാനുവലിലോ E20 കംപ്ലയൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. രണ്ടാമതായി, പഴയ വണ്ടികളാണെങ്കിൽ എഥനോൾ ഫ്രീ ആയ പ്രീമിയം അല്ലെങ്കിൽ അൾട്രാ പ്രീമിയം ഇന്ധനങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ അതിന് ലിറ്ററിന് 160 രൂപയോളം ഉയർന്ന വില കൊടുക്കേണ്ടി വരും. വണ്ടി ദീർഘനാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ടാങ്കിലെ മോയ്സ്ചർ ലെവൽ കൃത്യമായി മോണിറ്റർ ചെയ്യുക മാത്രമാണ് നിലവിലെ പോംവഴി. ഇവിടെ ഒരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയുള്ള ഈ വലിയ ഗ്രീൻ എനർജി വിപ്ലവത്തിന്റെ ഇരകളാകുന്നത് സ്വന്തം കാശ് കൊടുത്ത് വണ്ടി വാങ്ങിയ സാധാരണക്കാരാണോ? അതോ ഈ സാങ്കേതിക മാറ്റത്തെ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? കൃത്യമായ ഒരു വിധി പ്രസ്താവിക്കാൻ കഴിയാത്തവണ്ണം ഈ വിവാദം ഇപ്പോഴും തുടരുകയാണ്. E20 ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇതൊരു തുടക്കം മാത്രമാണ്. വരും വർഷങ്ങളിൽ നമ്മൾ ഇതിലും ഉയർന്ന അളവിൽ എഥനോൾ ചേർത്ത E85 അല്ലെങ്കിൽ E100 പോലെയുള്ള ഫ്ലെക്സ് ഫ്യൂൽ വേരിയന്റുകളിലേക്ക് രാജ്യം മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ എഞ്ചിനുകളെ പുതിയ ഇന്ധനമാറ്റങ്ങൾക്കനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടി വരും. എന്നാൽ ഈ സാങ്കേതിക വിപ്ലവം പൂർണ്ണ വിജയമാകണമെങ്കിൽ ജനങ്ങൾക്കിടയിലെ ആശങ്കകൾ മാറ്റാൻ ഗവൺമെന്റ് അടിയന്തിരമായി ഇടപെട്ടേ തീരും. പമ്പുകളിൽ ലഭ്യമാകുന്ന ഇന്ധനത്തിന്റെ കൃത്യമായ ഗുണനിലവാരം ഉറപ്പുവരുത്താനും പഴയ വണ്ടികൾ ഉപയോഗിക്കുന്നവർക്കുണ്ടാകാൻ സാധ്യതയുള്ള തകരാറുകളെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അധികൃതർ തയ്യാറാകണം.
സുതാര്യമായ വിവരങ്ങളും ഔദ്യോഗികമായ ലാബ് ടെസ്റ്റ് റിസൾട്ടുകളും കൃത്യസമയത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ E20 ഇന്ധനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പടരുന്ന വ്യാജ പ്രചാരണങ്ങൾക്കും ആശങ്കകൾക്കും ശാശ്വതമായ ഒരു അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. സാങ്കേതികവിദ്യയുടെ ഇത്തരം അദൃശ്യമായ മാറ്റങ്ങളും അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ദ കണക്റ്റഡ് ഹാബിറ്റാറ്റ്. നന്ദി, നമസ്കാരം.